ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഇന്ന് മൊത്തം കണ്ടത് ഷാനവാസ് വധമായിരുന്നു. സംഭവം വെളിയിലൊരു ടോക്ക് പൊതുവെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഷാനവാസ് ഏഷ്യനെറ്റിന്റെ പുത്രനാണ്, അതുകൊണ്ട് തന്നെ ഷാനവാസ് എന്തു ചെയ്തു കഴിഞ്ഞാലും ഒരു അഴകൊഴഞ്ചൻ നിലപാടുമായിട്ടാണ് ലാലേട്ടൻ അല്ലെങ്കിൽ ഏഷ്യനെറ്റ് പോകുന്നത് എന്നൊരു പേരുദോഷം ഇന്നത്തെ എപ്പിസോഡ് കൂടി കൃത്യമായി മാറ്റിയെടുത്തിട്ടുണ്ട് ഏഷ്യനെറ്റ്. ഇന്ന് ഷാനവാസിന് വേണ്ടി മാത്രമുള്ള എപ്പിസോഡായിരുന്നു. ഷാനവാസിനെ എന്താ പറയുക, ഹ്യൂമിലിയേഷൻ എന്നൊക്കെ പറയത്തില്ലേ, ഹ്യൂമിലിയേറ്റ് ചെയ്ത് ഇല്ലാണ്ടാക്കി പുള്ളിക്കാരൻ്റെ റിയൽ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് കൃത്യമായി പുറത്തു കൊണ്ടുവന്നൊരു ദിവസമായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും, ഒപ്പം കമൻറ്റ് ചെയ്യുകയും വേണം. ആദ്യം എപ്പിസോഡ് തുടങ്ങുന്നത് PR ടീമിലായിരുന്നു. എല്ലാവരും നമ്മൾ പ്രൊമോ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചിരുന്നത് ഇന്ന് PR ആയിരിക്കും മെയിൻ ടോപ്പിക് എന്നുള്ളതായിരുന്നു. പക്ഷെ PR-നെ പറ്റി ജസ്റ്റ് ഒന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി പോകാൻ വേണ്ടി മാത്രം എടുത്തൊരു ടോപ്പിക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും, അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ഓരോരുത്തർക്കും, അനീഷ് ഉൾപ്പെടെയുള്ളവർക്ക് PR വർക്കുണ്ട്. അത് കൃത്യമായിട്ട് നമ്മുടെ അനുവിൻ്റെ സിസ്റ്റർ വെളിയിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് അനീഷിൻ്റെ ബ്രദറിൻ്റെ ഗ്യാങ്ങും നിന്ന് നന്നായിട്ടുള്ള PR വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. സത്യത്തിൽ ഈ PR വർക്ക് ചെയ്യുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. PR വർക്ക് ചെയ്യുന്ന എന്തിനാണ്, നമുക്ക് കിട്ടുന്ന കണ്ടന്റുകളെ അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് കുറച്ചും കൂടി നന്നായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ PR ടീമിൻ്റെ ജോബ് എന്ന് പറയുന്നത്. പക്ഷെ സ്റ്റിൽ എൻഡ് ഓഫ് ദി ഡേ പ്രേക്ഷകർ തന്നെയാണ് ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടത്. അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കളിക്കുന്നുണ്ടോ, അല്ലാതെ ചുമ്മാ അതിനകത്ത് നിന്ന് കളിക്കാണ്ടിരുന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഒരു ഉപയോഗമില്ല. ചുമ്മാ അവരെ ഫോട്ടോസും വീഡിയോസും ഇറക്കിയിട്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അവർക്ക് ഈ PR ടീംസിന് എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കാനുള്ള ഐറ്റംസ് ഇവർ കൊടുത്തെങ്കിൽ മാത്രമേ PR ടീമിനും സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ ആ വീഡിയോ വിജയകരമായി പ്രേക്ഷകരിൽ എത്തിക്കുകയും അവർ വോട്ട് ചെയ്യുകയും ചെയ്യത്തുള്ളൂ. സോ അത്തരത്തിലുള്ള കണ്ടന്റുകളെ കുറച്ചും കൂടി ഹൈപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് PR ടീം ചെയ്യുന്നത്. അത് അവിടെ ഇരിക്കുന്നവർ ചിലവർ മാസീവായിട്ടുള്ള രീതിയിൽ കൊടുക്കും, ചെറിയൊരു കാശുള്ളൊരു ബേസിസിൽ കുറച്ച് രീതിയിൽ കൊടുക്കും, ചിലപ്പോൾ കുറച്ചും കൂടെ വലുതായിട്ട് ചെയ്യും. സോ എല്ലാവർക്കും അവിടെ PR ഉണ്ട് എന്നുള്ളത് എടുത്ത് കാണിക്കുക എന്നുള്ളതായിരുന്നു സത്യത്തിൽ ഇന്ന് ഏഷ്യനെറ്റ് ശ്രമിച്ചത്. അത് കൃത്യമായി പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഉമ്മ തന്നെ വന്ന് പറഞ്ഞു കേട്ടില്ലേ, PR എല്ലാവർക്കും ഉണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്. പിന്നെ അനീഷിനെ ജസ്റ്റ് ഒന്ന് എക്സ്പോസ് ചെയ്ത്, കാരണം ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്നുള്ള രീതിയിൽ അനീഷ് നടത്തിയ ആർഗ്യുമെന്റിനെ ഒന്ന് പൊളിച്ചെടുക്കാൻ ലാലേട്ടൻ ശ്രമിച്ചിട്ടുണ്ട്. പുള്ളിക്കാരനും ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാം. പക്ഷെ എല്ലാവർക്കും അറിയാം, നമുക്കും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിനെപ്പറ്റി ഇതിൻ്റെ ഓരോ നാഴികകളും പരിശോധിച്ചിട്ടൊന്നും ആർക്കും ഒന്നും അറിയത്തില്ലായിരിക്കും. സോ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടുള്ള ബേസിക് നോളജ് എന്തായാലും അനീഷിനുണ്ടായിരുന്നു, അത് ചെയ്തിട്ടില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഏഷ്യനെറ്റിൽ നിന്ന് 3 ദിവസം മുമ്പാണ് കോള് വന്നുള്ള കള്ളം പറഞ്ഞതാണെന്ന് അനീഷിനെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്തു. അത് തെറ്റാണ് ചെയ്തതെന്ന് അനീഷിനും മനസ്സിലാക്കുകയും ചെയ്തു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മോട്ടീവ് പുള്ളിക്കാരൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞൊപ്പിച്ചതാണ്. കാരണം ഞാൻ കൊമ്മ്യൂണർ അല്ലേ, അതുകൊണ്ട് ലാസ്റ്റ് നിമിഷമാണ് വിളിച്ചത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞൊപ്പിക്കുകയാണ് പുള്ളിക്കാരൻ ശ്രമിച്ചത്. ഇതൊക്കെയാണ് PR വലക്കിൽ നടന്നത്. അതിനുശേഷം അവസാനം ഫുള്ള് നടന്നത് നമ്മുടെ ഷാനവാസിനെ വലിച്ചു കീറി ഒട്ടിക്കുന്നത്. അതായത് ഓരോ പ്രേക്ഷകരും, അതായത് ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന ഓരോ പ്രേക്ഷകരും ഈ ഒരാഴ്ചക്കാലം ഷാനവാസിനോട് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നോ ആ സ്നേഹം എല്ലാം ഇല്ലാണ്ടായ ഒരു വീക്കായിരുന്നു ഈ വീക്ക് എന്ന് പറയുന്നത്. കാരണം ആ സീക്രട്ട് ടാസ്ക് കുളമാക്കിയത് കാരണം ഞാൻ ഉൾപ്പെടെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തതാണ്. അത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി ഷാനവാസ്. പക്ഷേ ഷാനവാസ് വീണ്ടും ഇന്നും പറയുന്നത് എന്താണ്, പുള്ളിക്കാരന് ഇതിനെപ്പറ്റി മനസ്സിലായിട്ടില്ല, പുള്ളിക്കാരന് ഇത് തനിക്കുള്ള പണിയാണോ വരുന്നത് എന്നുള്ള തരത്തിലുള്ളൊരു ഡൗട്ട് വന്നു എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കുക, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കുക, ഒരു പ്രായോഗിക ബുദ്ധി ഉപയോഗിക്കുക, ഇതൊക്കെയാണ് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത്. അതില്ല എന്ന് നമ്മൾ ഓപ്പൺ ആയിട്ട് സമ്മതിക്കുക എന്ന് പറയുന്നത് നമുക്ക് കഴിവില്ല എന്ന് പറയുന്ന ഒരു തുല്യമായിട്ട് പോകും. അതോടുകൂടി നമ്മൾ മൊത്തത്തിൽ എക്സ്പോസ്ഡ് ആവുമെന്ന് പറയത്തില്ല, ആ രീതിയിൽ എക്സ്പോസ്ഡ് ആവുകയാണെന്ന് ഷാനവാസ് ചെയ്തത്. പിന്നെ നമ്മുടെ മോഹൻലാലിനോട്, ലാലേട്ടനോട് ഷാനവാസിന് വന്ന ദേഷ്യം, കോപം, അല്ലെങ്കിൽ പുള്ളിയുടെ റിയൽ ക്യാരക്ടർ എന്താണ്, ആ വീട്ടിനകത്ത് കാണിച്ചു കൂട്ടുന്നത് എന്താണെന്നുള്ളത് കുറച്ചും കൂടി ലാലേട്ടനും കൂടി മനസ്സിലാവാത്ത രീതിയിലുള്ള എക്സ്പ്രഷനും കാര്യമൊക്കെയാണ് പുറത്തു വന്നത്. കാരണം പുള്ളിക്കാരൻ ഭയങ്കര ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ലാലേട്ടൻ പറയുന്നുണ്ട് പിന്നെ അടക്കുന്നതേ ഉള്ളായിരുന്നു, പക്ഷേ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പണിഷ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടും ഓക്കെ താങ്ക് യു ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി പുച്ഛിക്കുന്ന രീതിയാണ് ഷാനവാസ് കാണിച്ചത്. അതൊക്കെ ഭയങ്കര മോശമാണ്. കാരണം പുള്ളി നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്, വളരെ മെച്യൂർഡാണ്. സോ മെച്യൂർഡ് ആയിട്ടുള്ള ഒരാൾ കാര്യങ്ങളെ കുറച്ചും കൂടി പക്വതയോടുകൂടി ഹാൻഡിൽ ചെയ്യണമായിരുന്നു. പക്ഷേ അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഷാനവാസ് ഫെയിലിയർ ആവുമായിരുന്നു. സോ പുള്ളിക്കാരൻ എന്താണ് റിയൽ ക്യാരക്ടർ
എന്നുള്ളത് നന്നായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്നത്തെ വീക്കെൻഡിൽ നടന്നത്. അത് ഏഷ്യനെറ്റ് അതിൽ സക്സസ് ആവുകയും ചെയ്തു. കറക്റ്റായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. ഷാനവാസിന് ഒരുപാട് മുൻകോപമുണ്ട്. അതായത് പുള്ളിക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ഏത് എക്സ്ട്രീം ലെവൽ, ഏത് എക്സ്റ്റെൻറ്റ് വരെ പോയി ആ ദേഷ്യം തീർക്കുക, അല്ലെങ്കിൽ ആ വാശി കാണിക്കുക എന്നുള്ളത് പുള്ളിയുടെ ഒരു നേച്ചറാണ്. അതേസമയം പുള്ളിയോട് തിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ പുള്ളി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് എടുത്തു പറയുമ്പോഴത്തേക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡൊന്നും ഷാനവാസിന് ഇല്ല എന്നുള്ളതാണ് ഈ 60 ദിവസം പിന്നിടുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കാം തോന്നിയിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇന്നത്തെ വീക്കെൻഡിൽ നടന്നത്. സോ ഷാനവാസ് വധം പൂർണ്ണം എന്ന് പറയാം. സോ ഒരുപാട് പേർക്ക് ഏഷ്യനെറ്റ് ഷാനവാസിനെ ഫേവർ ചെയ്യുന്നു, ഏഷ്യനെറ്റ് പുത്രനാണ് ഷാനവാസ്, അതുകൊണ്ടാണ് ഈ ഷാനവാസിന് വെള്ളപൂശാൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഷാനവാസ് ചെയ്യുന്ന തെറ്റുകളൊന്നും പറയാത്തതെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരിക്കും. അവർക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു എപ്പിസോഡാണ്. അങ്ങനെയൊന്നും അല്ല, എല്ലാവരെയും ഏഷ്യനെറ്റും ബിഗ് ബോസും ഒരേ കണക്കാണ് ട്രീറ്റ് ചെയ്യുന്നുള്ളത് ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. സോ ഇനി നാളെയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പുറത്താകൽ ആരാണെന്നുള്ളത് അറിയാവുന്ന ദിവസം വരുന്നത്. സോ നമുക്ക് കാത്തിരുന്ന് കാണാം നാളെ ആരായിരിക്കും പുറത്താകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.